ഭവ്യ, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഇനി കാത്തിരിപ്പാണ്. 3 പേരും ഒരുമിച്ച് തന്നെയുണ്ട്. വളരെ ഭക്തി നിർഭരമായ അന്തരീക്ഷമാണ് അവിടെ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. എന്താണ് അവിടെ നിന്നും പങ്കുവെക്കാനുള്ള വിവരങ്ങൾ? രേണുക, ഞങ്ങൾ 3 പേരും ഒരുമിച്ച് തന്നെയുണ്ട്. ഒരുമിച്ച് നിൽക്കുന്നത് മറ്റൊന്നുമല്ല, ആറ്റുകാൽ പൊങ്കാലയുടെ ഓരോ നിമിഷവും നമ്മുടെ പ്രേക്ഷകരിലേക്ക് കൃത്യമായി എത്തിക്കാൻ നമ്മൾ ന്യൂസ് 18 സംഘം സജ്ജമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇന്നെന്തായാലും മുഴുവൻ നമ്മൾ ആറ്റുകാലിലാണ്. ആറ്റുകാൽ പൊങ്കാലയുടെ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ ഞങ്ങൾ 3 പേരുമുള്ളത് ആറ്റുകാലിൽ തന്നെയാണ്. ആറ്റുകാൽ അമ്മയുടെ മുറ്റത്താണ്. രേണുക പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഓരോ വേദിയിലും നിറയെ പരിപാടികളാണ് അല്ലേ? എന്താണ് ആരൊക്കെ നിമിഷം തോന്നുന്നത്? ഇത് ഇവിടെ വന്ന് അനുഭവിച്ച് അറിയേണ്ട കാണേണ്ട കാഴ്ച തന്നെയാണ്. പക്ഷേ ഇവിടേക്ക് എത്താൻ കഴിയാത്ത ഒരുപാട് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ TV സ്ക്രീനിലൂടെ ഇത് കാണുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ രാത്രിയിലെ ഈ തിരക്കിനിടയിൽ വന്നിട്ട് ഇവിടുത്തെ ഓരോ കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്, അല്ലേ ഭവ്യ? അതായത് നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു ദിവസവും നാളെയും പൊങ്കാല അർപ്പിക്കാനായിട്ട് ഇവിടേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കാത്ത ഭക്തനുണ്ടാവില്ല എന്ന് തന്നെ പറയാം. അപ്പം അവർക്ക് വേണ്ടിയിട്ട് രാത്രി കാഴ്ചകൾ, ആറ്റുകാൽ ക്ഷേത്രത്തിലെ രാത്രി കാഴ്ചകൾ എങ്ങനെയാണ്, ആ മഹോത്സവം എങ്ങനെയാണ് ഇവിടെ കൊണ്ടാടുന്നത് എന്നുള്ളതാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 വലിയ വേദികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അവിടെ വിവിധ കലാപരിപാടികൾ വിവിധ സംഘങ്ങളുടെ നേതൃത്വത്തിലും വ്യക്തിപരമായും ഒക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അത് കാണുന്നതിനപ്പുറം ഇവിടെ എത്തുന്ന ആളുകൾക്കെല്ലാം ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, അവരുടെ പൊങ്കാല അത് ശുഭകരമായി നടക്കണം എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ അവരിങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഓണത്തിന് തലേന്നുള്ള ഒരു ഉത്രാടപ്പാച്ചിലുണ്ടല്ലോ, അതേ വൈബാണ് ഇപ്പൊ ഇവിടെ കാണാൻ സാധിക്കുന്നത്. പൊങ്കാലയുടെ അവസാന വട്ട ഒരുക്കങ്ങളിലാണ്. ഈ ഭക്തരെ സംബന്ധിച്ച് പൊങ്കാലയ്ക്ക് ആ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് തന്നെ അവസരം കിട്ടുക എന്ന് പറയുന്നത് അത് അപ്പം എന്തായാലും ആര്യ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇവിടെ മൊത്തം കാണാൻ സാധിക്കും. നിരവധി ആളുകളുണ്ട്. ഞങ്ങനെ ഒരു കൊച്ചുകുട്ടിയെ പരിചയപ്പെടുത്താം. ഇയാള് തുടക്കം മുതലേ നമ്മുടെ കൂടെ ഇങ്ങനെ നിൽക്കുവാണ്. പാട്ടൊക്കെ പാടിത്തരുമെന്ന് അനുശ്രീ പറഞ്ഞു. അനുശ്രീ ഒരു പാട്ടുകാരിയാണ്. അപ്പൊ അനുശ്രീയെ പോലെ അനുശ്രീയേക്കാൾ നന്നായി പാടുന്ന കേട്ടത്. പേരെന്താ? സാവേരി. എന്താ പേര്? സാവേരി വിനോദ്. അടിപൊളി പേരാണല്ലോ. എത്രയല്ല പഠിക്കുന്നേ? 4th. എവിടുന്നാ വരുന്നേ? ചെങ്ങന്നൂര്. എന്നാ ചെങ്ങന്നൂര് ഒരു പാട്ട് പാടി തരുമോ? എന്നാ പാടിക്കേ. കണ്ണേ ആരാരോ കനിയേ ആരാരോ നിറവേ ആരാരോ തന്നെ നാനേ ആരാരോ ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ ചിപ്പിയുള്ളിൽ മുത്തുപോലെ പൊന്മകളെ എന്നും എന്നും കിന്നരിക്കാ ഓമനിക്കാ ചക്കരപ്പൊൻ നെറ്റിയിലോ പൊട്ടുതൊടാ നീ പകരും പുഞ്ചിരികൾ കണ്ടു നൂറഴകൾ നീ പിടഞ്ഞാൽ എന്നുയിരിരുള് വിങ്ങും നെഞ്ചുടുക്കിൽ താളമില്ല
സ്വന്തം കാത്തിരിപ്പു. അടിപൊളിയായിട്ട് പാടില്ലോ. അപ്പം അതാണ് ഈ ചേച്ചി നന്നായിട്ട് പാടിടും, പക്ഷെ ചേച്ചിയേക്കാൾ നന്നായി പാടിയെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ പൊങ്കാല ഇടാൻ നാളെ പൊങ്കാല ഇടുന്നുണ്ടല്ലേ? അമ്മയാണല്ലേ ഇത്? അമ്മയുടെ പേരെന്താ? സ്മിത. എല്ലാ വർഷവും വരാറുണ്ടോ? 3 വർഷമായിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പം മിടുക്കിയായിട്ട് പഠിക്കണം കേട്ടോ. പാട്ടൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ താങ്ക് യു. അപ്പം യെസ്, അപ്പം അനുശ്രീ പാട്ട് നമ്മൾ പറഞ്ഞു. അനുശ്രീയുടെ ഒരു പാട്ട് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പൊങ്കാല ദിനത്തിൽ പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാം, പക്ഷെ സമയമായിട്ടേ ഞാൻ അങ്ങോട്ട് വരാം. അപ്പൊ എന്തായാലും നമ്മൾ കാണുന്നത് പോലെ തന്നെ ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും നിരവധി ആളുകളാണ് ഇവിടെ കഴിഞ്ഞ ദിവസം മുതൽ, പ്രത്യേകിച്ചും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ ആര്യ പറഞ്ഞതുപോലെ സൂചി കുത്താൻ ഇടവില്ല എന്നൊക്കെ അതുപോലെ ഒരു തിരക്കാണ് ഇവിടെ. ഇത്രയും വലിയൊരു തിരക്ക് ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. തിരക്കുണ്ടാകും എന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ ഇത്ര വലിയ ഒരു തിരക്ക് ഞാനും പ്രതീക്ഷിച്ചില്ല. അത്രയധികം അതാണ് അതിലൊരു പ്രത്യേകതയുണ്ട് അനുശ്രീ. ഏറ്റവും പ്രധാനമായി ആറ്റുകാൽ അമ്മയുടെ മുറ്റത്ത് പൊങ്കാല ഇടുക എന്ന് പറയുന്നത് ഭക്തരെ സംബന്ധിച്ച് അത്രമാത്രം വലിയ പുണ്യമായിട്ട് അവർ കരുതുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളിങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നാളത്തേക്കുള്ള പൊങ്കാലയുടെ സാധനങ്ങളൊക്കെ ആ തിരക്കിനുള്ളിലേക്കൂടി അമ്പലത്തിന്റെ നടയിലേക്ക് പോകുന്ന ആൾക്കാരെ ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടു. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും മുഴുവൻ ആളുകളും നിലത്തിരിക്കുകയാണ്. തങ്ങളുടെ ഇരിപ്പിടം ഉറപ്പിച്ചുകൊണ്ട് നാളെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനിരിക്കുന്ന ഭക്തജനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. നമുക്കൊന്നും നടക്കാൻ പോലും സാധിക്കില്ല, കാരണം നടക്കുന്നിടത്തിലൊക്കെ അടുപ്പ് വിട്ടാണ്. അമ്മ എവിടുന്നാ വരുന്നേ? വർക്കലേന്നാണ്. എല്ലാ വർഷവും വരാറുണ്ടോ? വരാറുണ്ട്. അപ്പൊ അമ്മ അടുപ്പ് സെറ്റാക്കേണ്ട തിരക്കിലാണ്. ഓരോ തിരക്കിലാണ്. നാളത്തേക്കുള്ള ഒരുക്കങ്ങൾ എത്രയും പെട്ടെന്ന് അതാണ് നാളത്തേക്കുള്ള ഒരുക്കങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിക്കൊണ്ട് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള കാത്തിരിപ്പാണ് എല്ലാവരും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നാളെ രാവിലെ 10:15 അടുപ്പ് വെട്ട്. അത് കഴിഞ്ഞ് 1:15 കൂടിയാണ് നൈവേദ്യം ഉണ്ടാവുക. ഒരു വർഷത്തെ കാത്തിരിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായി പറയാം. കാരണം സ്ത്രീകളുടെ ശബരിമലയാണ് ആറ്റുകാൽ എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാത്തിരിപ്പെന്ന് മാത്രം പറഞ്ഞപ്പോൾ, കാരണം 1-2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പൊക്കെ വന്ന് ഇവിടെ കാവലിരിക്കുന്ന ആളുകളുണ്ട്. സ്ഥലം കിട്ടിയില്ലെങ്കിലോ ഇനി പൊങ്കാല അർപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലോ എന്നുള്ള ഒരു പേടി കൊണ്ട് നേരത്തെ വന്ന് സ്ഥലം പിടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ നേരത്തെ തമ്പാനൂര് വെച്ച് നമ്മൾ ലൈവ് കൊടുത്തപ്പോ കണ്ടു. അവിടെ നേരത്തെ വന്ന് ഇന്നലെ വന്ന് സ്ഥലം പിടിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടു. അതാണ് അത്രയ്ക്ക് ഭക്തിയുള്ളവരാണ് ഇവിടെ എത്തിച്ചേരുന്ന ഓരോരുത്തരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതാ ഇവിടെ ഒരു ചെറിയ മോളുണ്ട്. അവള് ഈ അടുപ്പൊക്കെ എവിടെ വെക്കണം എന്നൊക്കെ അമ്മമ്മയെ പറഞ്ഞു പഠിപ്പിക്കായിരുന്നു. ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ. ആള് പേടിച്ചോണ്ടേ. പേരെന്താ? ശ്രീവിദ്യ. ശ്രീവിദ്യയാണോ അടുപ്പൊക്കെ എവിടെ വെക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ആഹാ. ശ്രീവിദ്യ എവിടുന്നാ വരുന്നേ? വർക്കലേന്നാണോ? ഒരു ഒറ്റയ്ക്കാണോ വന്നത്? അല്ല. ആരൊക്കെ ഉണ്ട്? ചേച്ചി, അനിയൻ, അമ്മ. ആദ്യമായിട്ടാണോ ഇവിടെ വരുന്നേ? ആറ്റുകാൽ ക്ഷേത്രമൊക്കെ ഇഷ്ടപ്പെട്ടോ? പരിസരമൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായി. എത്രയല്ല പഠിക്കുന്നേ? 6ാം ക്ലാസ്സിലെത്തിയോ? ആഹാ, കൊച്ചു മിടിക്കുകയാണല്ലോ. ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല ഇടുന്നുണ്ട് നാളെ? ആണോ? സ്കൂളൊക്കെ ലീവാക്കിയിട്ടാണോ വന്നേ? പരീക്ഷയാണ് അല്ലേ? മിടിക്കാണ്. അപ്പം ശ്രീവിദ്യയെ പോലെ നമുക്ക് കാണാൻ സാധിക്കും നിരവധി കുട്ടികളുണ്ട് ഇവിടെ യാതൊരു പ്രായ വ്യത്യാസവും ഇല്ലാതെ അമ്മമാരുണ്ട്, സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, മുതിർന്നവരുണ്ട്. എല്ലാവർക്കും ഒരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ, നാളെ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുക എന്നുള്ളത്. നമുക്ക് കാണാം കുറെ പേരൊക്കെ ക്ഷീണിച്ച് കിടന്നിട്ടുണ്ട്. കാരണം നേരം പുലരും, അതായത് 1 മണി 2 മണി മുതലൊക്കെ ഇവിടെ വന്ന് ആറ്റുകാൽ അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടി ക്യൂ നിന്ന ആളുകളാണ്. അവരൊക്കെ ക്ഷീണിച്ചുറങ്ങുകയാണ്. അതുപോലെ ഇവരിവിടെ കാത്തിരിക്കുന്ന കാര്യം മാത്രം പറഞ്ഞാൽ പോലെ നാളെ നേരം വെളുക്കുമ്പോൾ വരാൻ പോകുന്ന ഒരു ചൂടും കാര്യങ്ങളും അതിനെയൊക്കെ അതിജീവിച്ച് ഇവര് പൊങ്കാല സമർപ്പിക്കണമെങ്കിൽ ഇവരുടെ ഉള്ളിലുള്ള ഭക്തി എത്രത്തോളമാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായി. അഭീഷ്ടവരദായിനി എന്നാണ് ആറ്റുകാൽ അമ്മയെ വിളിക്കുന്നത്. അതായത് എന്താഗ്രഹമുണ്ടെങ്കിലും ആ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നവളാണ് ആറ്റുകാൽ അമ്മ എന്നാണ് വിശ്വാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും വിശ്വാസികൾ കൃത്യമായി പൊങ്കാല ഇടാനായി ഇവിടെ എത്തുന്നത്. നമുക്ക് ചോദിക്കാൻ 2 ചേച്ചിമാരുണ്ട്. ചേച്ചി എവിടുന്നാ വരുന്നേ? എന്താ പേര്? ശോഭ. ഇവിടെയാണോ എല്ലാ വർഷവും പൊങ്കാല ഇടാറ്? ഇവിടെ ആറ്റുകാൽ അമ്മയുടെ മുൻപ് തന്നെ പൊങ്കാല ഇടാൻ പറ്റിയത് വലിയ ഭാഗ്യമാണോ? അതാണ് ഇവിടെ പൊങ്കാല ഇടുന്ന ആളുകളൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആറ്റുകാൽ അമ്മയുടെ മുന്നിൽ തന്നെ. അതായത് സാധാരണ ആളുകൾക്കൊക്കെ കുറെ പേർക്ക് റോഡിലൊക്കെയാണ് പൊങ്കാല ഇടാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ആറ്റുകാൽ അമ്മയുടെ മുൻപിൽ, അതായത് അമ്മയുടെ മണ്ണിൽ തന്നെ പൊങ്കാല ഇടാൻ സാധിക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവരൊക്കെ ദിവസങ്ങളായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആളുകളാണ്. അനുസരിച്ച്
വന്ന് ഇറങ്ങി അതാണ് നേരത്തെ പറഞ്ഞത്. ഇവിടെ വന്ന് സ്ഥലം തികയാത്ത ആളുകളാണ് പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇവിടെ ഇടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് പോകുന്നവരാണ് അവരൊക്കെ. നമുക്കിവിടെ കാണാൻ സാധിക്കും ചെറിയ കുട്ടിക്ക് ഭക്ഷണം സൂക്ഷിക്കണം അനുശ്രീ, കാരണം ചുറ്റും അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. അവരൊക്കെ കുറെ ദിവസങ്ങളായിട്ട് ആഗ്രഹിച്ചു വന്നിരിക്കുകയാണ് നമ്മൾ അടുപ്പുകളൊന്നും നശിപ്പിക്കാൻ. ചെറിയ ആളുകളൊക്കെ ഉണ്ട്. എന്താ പേര്? എത്രയിലാ പഠിക്കുന്നേ? ചൂടുണ്ടോ ഇവിടെ? ചൂടുണ്ടോ? ചൂടാണോ? ബുദ്ധിമുട്ടാണോ ഇവിടെ നിൽക്കാൻ? അല്ല, അതിന്റെ ബുദ്ധിമുട്ടില്ലാത്തെ? നല്ല അന്തരീക്ഷാണോ? ഇഷ്ടമായോ ഇവിടെ? ആഹാ, ഇതാരാ അനിയനാണോ? ചെയ്യുന്നുണ്ടല്ലോ. എന്താ പേര്? അഖില. എവിടുന്നാ വരുന്നേ? ഓയിര്. എല്ലാ വർഷം ഇവിടെ ആണോ ഇടാറ്? ഇല്ല, ആദ്യമായിട്ടാ വരുന്നത്. ആദ്യമായിട്ടാണ്. അപ്പൊ ആദ്യമായിട്ട് ഇടുമ്പോ എന്താ പ്രതീക്ഷ? നല്ല ഒരു രസമുണ്ട്. ഓക്കെ, അപ്പൊ അതാണ്, ഓരോരുത്തർക്കും ഓരോ പ്രതീക്ഷകളായിട്ടാണ് എത്തിയത്. എന്തായാലും വലിയ ആഘോഷമായി പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞു അനുശ്രീ. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം, നേരം പുലരാനുള്ള സമയം മാത്രമേ ഉള്ളൂ. ആറ്റുകാലമ്മയുടെ പൊങ്കാലക്കലങ്ങൾ നിറഞ്ഞ് തൂവാൻ, ആ പൊങ്കാലക്കലങ്ങളിൽ ആറ്റുകാലമ്മയുടെ അനുഗ്രഹ തീർത്ഥം ചൊരിയാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഇതാ ഇവിടെ കുറെ ചേച്ചിയൊക്കെ ഉണ്ട്. ചേച്ചി എന്താ പേര്? ഓടല്ലേ? എവിടുന്നാ വരുന്നേ? ഞങ്ങൾ അമ്പലപ്പുഴ. നാളെ തെരളിയാണോ ഉണ്ടാക്കാൻ പോകുന്നത്? അല്ല, പൊങ്കാലയുണ്ട്. പൊങ്കാലയുണ്ട്. അപ്പൊ എവിടുന്നാ വരുന്നെന്ന് പറഞ്ഞേ? എവിടുന്നാ വരുന്നേ? വണ്ടാനം മെഡിക്കൽ കോളേജ്. ഇവിടെ തന്നെയാണ്? അല്ല, അമ്പലപ്പുഴ. അമ്പലപ്പുഴക്കാരാണ്. അപ്പൊ എല്ലാ വർഷവും വരാറുണ്ടോ? വരാറുണ്ട്. എല്ലാ വർഷവും വരാറുണ്ട്. ഇത് മോനാണ്. അമ്മയെ സഹായിക്കാൻ വന്നതാണോ? ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പുരുഷന്മാർക്ക് എന്താ കാര്യം എന്ന് വെച്ചാൽ എന്താ പറയാ? ഒന്നും പറയാനില്ല. അപ്പൊ അമ്മയെ സഹായിക്കാൻ വന്നാന്ന് പറയണ്ടേ? അതാണ്. അപ്പൊ ഓക്കെ ചേച്ചി, അപ്പൊ നാളെ ഹാപ്പി പൊങ്കാല, അടിച്ചു പൊളിച്ച് പൊങ്കാല ഇടുക. ദേവി, ഞങ്ങള് തിരുവനന്തപുരംകാരൊക്കെ ഇവിടെ കൂടെ ഉണ്ട്. ഒന്നിനൊരു കുറവും വരില്ല എന്നാണ് എല്ലാരും പറയുന്നത്. തിരുവനന്തപുരം ഇഷ്ടമാണോ? അതെ, ഇഷ്ടമാണ്. എന്താ പേര്? അഭിനന്ദന. എവിടുന്നാ വരുന്നേ? അമ്പലപ്പുഴ കൃഷ്ണന്റെ അടുത്തുനിന്ന് ആറ്റുകാൽ അമ്മയെ കാണാൻ വന്നതാണോ? അതെ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി പൊങ്കാല. ഓക്കെ, അപ്പൊ അതാ നമ്മളിപ്പോ അമ്പലപ്പുഴക്കാരെ കണ്ടു. എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് കൊല്ലംകാരെയാണെന്ന് തോന്നുന്നത്. പക്ഷേ കൊല്ലം, ആലപ്പുഴ ആ ഭാഗത്തുള്ള ആളുകളാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. ആരോട് പോയി എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചാൽ അവർ ഈ ഭാഗത്തുള്ള സ്ഥലങ്ങളുടെ പേരൊക്കെയാ പറയുന്നത്. ചേച്ചി എവിടുന്നാ വരുന്നേ? ഞങ്ങള് നേർക്കുന്ന. എവിടുന്നാ? പിന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ. വണ്ടാനംകാർ ഇപ്പൊ കൂടുതലാണ്. എല്ലാ കാണുന്നവരൊക്കെ വണ്ടാനംകാരാണ്. ആദ്യമായിട്ടാണോ പൊങ്കാല? അല്ല, ഞാനിപ്പോ മൂന്നാമത്തെ വർഷം. 3 വർഷം 3 പ്രാർത്ഥനകളായിരുന്നു. എല്ലാം സാധിച്ചോ? ഇവിടത്തേക്കുള്ളോ? ഇല്ല, ഞങ്ങള് കൂടെ 10-23 പേരെങ്ങാണ്ട്. ഇവിടെ തന്നെ പൊങ്കാല ഇടാൻ സാധിച്ചതിൽ സന്തോഷമായിരിക്കും അല്ലേ? അപ്പൊ എന്തായാലും ഹാപ്പി പൊങ്കാല. പൊങ്കാലയൊക്കെ ഇട്ട് സുരക്ഷിതമായിട്ട് തിരിച്ചു പോവാം. വെയിലൊന്നും അധികം കൊള്ളാതെ നോക്കുക. ഓക്കെ, അപ്പം എന്തായാലും പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിട്ടുണ്ട്. നമുക്കിവിടെ കാണാം. ഒന്ന് നല്ല രീതിയിൽ കാലെടുത്ത് മുന്നോട്ട് വെക്കാൻ പോലും സാധിക്കാത്ത തിരക്ക് എന്ന് കൃത്യമായി പറയേണ്ട സാഹചര്യമാണ്. അത്രമാത്രം തിരക്കുണ്ട്. ഇപ്പോഴും ചൂടിനൊരു കുറവുമില്ല. നല്ല ചൂടുണ്ട്. പക്ഷെ ആരോട് ചോദിച്ചാൽ അവർക്ക് അതൊന്നും അവർക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ചൂടിനെ ഒന്നും വകവെക്കാതെ എല്ലാവരും കാത്തിരിക്കുന്ന നാളത്തെ ദിവസത്തിനാണ് ഇടുന്ന ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഇവിടെയുള്ള ഓരോരുത്തരും. ആരോട് ചോദിച്ചാൽ അവർ തരുന്ന മറുപടി അത് തന്നെയാണ്. ഈ ചൂടിനൊന്നും വകവെക്കുന്നില്ല എന്ന് പറയാൻ ഇപ്പൊ ഒന്നുമില്ല. നമുക്ക് നോക്കാം, രാത്രിയാണ്, സമയം 8 മണി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ നമ്മൾ രാവിലെ തൊട്ടേ ന്യൂസ് 18 കൃത്യമായി പൊങ്കാലയുടെ ഓരോ വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. കൊടും ചൂടത്ത് പോലും റോഡിലാണ് ആറ്റുകാലമ്മ ക്ഷേത്രത്തിലേക്കുള്ള ക്യൂ നിൽക്കുന്നത്. അപ്പോൾ നോക്കുക, എത്ര കഠിനമായ ചൂടും ഞങ്ങൾക്കൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആറ്റുകാൽ പൊങ്കാലയെ അല്ലെങ്കിൽ ആറ്റുകാൽ ക്ഷേത്രത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഇവിടെ എത്തുന്ന ഭക്തലക്ഷങ്ങളെയാണ് നമ്മൾ കാണുന്നത്. അതിൽ ഒരാൾ, പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. തുടക്കത്തിൽ അനുശ്രീ രാവിലെയൊക്കെ കുറച്ച് പരാതികളൊക്കെ ഉണ്ടായിരുന്നു, വെള്ളം കിട്ടുന്നില്ല എന്ന്. കാരണം എല്ലാത്തിനും ഒരു പരിധി ഉണ്ടെന്ന് തോന്നിപ്പോകും. അത്രമാത്രം ലക്ഷക്കണക്കിന് ജനങ്ങളാണ് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. പക്ഷെ എന്നാൽ പോലും ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇടപെടൽ കൃത്യമായി നടത്തുന്നുണ്ട് അധികൃതർ, രക്ഷാധികാരികളൊക്കെ എല്ലാ തരത്തിലും
പൊങ്കാല എല്ലാ തരത്തിലും അതിനുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അനുശ്രീ, നമുക്കിപ്പോ ആര്യ കൂടി ചേരുന്നുണ്ട്. ആര്യ ഈ ക്ഷേത്ര പരിസരത്ത് തന്നെയുണ്ട്. നമുക്ക് ആര്യയിലോട്ടൊന്ന് പോകാം. ആര്യ, ഞങ്ങളിതാ ഇവിടെ ഈ സ്റ്റേജിന് അടുത്താണുള്ളത്. ഇവിടെ നമ്മൾ നിരവധി അമ്മമാരെ കണ്ടു. എല്ലാവരും ദൂരദിക്കിൽ നിന്ന് വന്ന് ആറ്റുകാലമ്മയുടെ മണ്ണിൽ തന്നെ പൊങ്കാല ഇട്ടു എന്നതിന്റെ സന്തോഷം പങ്കുവെക്കുന്ന ആളുകളാണ്. ആര്യ ഇപ്പൊ എവിടെയാണുള്ളത്? അവിടുത്തെ വിശേഷം എന്താണ്? ഭവ്യ, അനുശ്രീ, ഞാനിപ്പോ ഉള്ളത് നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ള ഒരു പ്രവേശന വഴിയിലാണുള്ളത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അത്രത്തോളം ആളുകൾ ഇനിയും ആ മഹോത്സവം നടക്കുന്ന ആ ഒരു ഗ്രൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഇപ്പൊ തന്നെ രാത്രി 8:30 ആയിട്ടുണ്ട് സമയം. പക്ഷെ എന്നിരുന്നാലും ആളുകൾ അങ്ങോട്ട് ഒഴുകുന്നതിന് ഒരു തടസ്സവും ഇല്ല എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ഈ വൈകിയ വേളയിലും അങ്ങോട്ടേക്കായിട്ട് വരുന്നുണ്ട്. അത് പൊങ്കാല ഇടാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളല്ല, ഈ ഉത്സവത്തിന്റെ ഭാഗമാകാനും ഈ രാത്രി കാഴ്ചകൾ കാണാനും ഒക്കെ ആയിട്ട് വരുന്ന ആളുകളാണതേ. നമുക്കൊപ്പം കുറെ കുട്ടികളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ നാട്ടുകാർ തന്നെയാണതല്ലേ? അല്ലേ? എവിടുന്ന് വന്നതാ? കിളിമാനൂര്. തിരുവനന്തപുരം ജില്ല തന്നെ. പക്ഷെ എല്ലാ വർഷവും വരുമോ? ഇല്ല, ആദ്യമായിട്ട് വേണം വരുന്നേ. പേരെന്താ മോന്റെ? കാൻഷി എന്നോ? ഓ, അടിപൊളി പേരൊക്കെയാണല്ലോ. അപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഭയങ്കര തിരക്കല്ലേ, ചൂട്? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ വൈബ്? അടിപൊളി വൈബാണ്. അപ്പൊ ഇനി എപ്പോ പോകും? നാളെ പോകുന്നുള്ളൂ. അപ്പൊ വീട്ടിൽ നിന്ന് എല്ലാവരും പൊങ്കാലയൊക്കെ ഇടുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അവരുടെ കൂടെ വന്നയാണല്ലേ? ഓ, ശരി. അങ്ങനെ പല പ്രായത്തിലുള്ള ഒരുപാട് ആളുകളെ നമുക്ക് ഈ വീതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണുന്നത്. നേരത്തെ ഭവ്യ തന്നെ അവിടെ കാണിച്ചു എത്രത്തോളം ആളുകളാണ് ഇനിയും ക്ഷേത്ര ദർശനത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നെന്നുള്ളത്. അപ്പോൾ ഇനിയും വരുന്ന ആളുകളിൽ ആർക്കെങ്കിലും ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വേണ്ടി കയറണം എന്നുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം ദുസ്സഹമായ കാര്യമായിരിക്കും എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്.